കിട്ടുന്നവർക്ക് ഇതിനകത്ത് ആ ഒരു 500 രൂപ കൂടി ഞാൻ വെക്കുന്നതായിരിക്കും കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോഴും ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് എക്സൈറ്റഡും ആണ്, ഒരുപാട് സന്തോഷവും ഉണ്ട് കേട്ടോ. പക്ഷേ ലേറ്റായിപ്പോയി. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ചും കൂടി നേരത്തെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ ലേറ്റായിപ്പോയി കേട്ടോ. അതിന് ഫസ്റ്റ് നിങ്ങൾ ക്ഷമ വഹിക്കുകയാണ് കേട്ടോ, കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ നമ്മൾ ഈ ഓരോ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴേ തന്നെ ഒരുപാട് കമൻസുകൾ നമുക്ക് വരുന്നുണ്ടായിരുന്നു. ചേച്ചി ഈ ഗീവ് അവേ ഒന്നും തരാത്തത് എന്താണ്, അല്ലെങ്കിൽ മോളെ ഗീവ് അവേ ചെയ്യുന്നില്ലേ, ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ വെച്ചിരുന്നാൽ മതിയോ, എവിടെ ഗീവ് അവേ എവിടെ, അങ്ങനെ കുറേ പേര് ചോദിച്ചേടാ. അപ്പോൾ ഞാൻ അന്നേരം എൻ്റെ ഒരു സാഹചര്യത്തിൻ്റെ ഒരു ഇത് കൊണ്ടും പരിമിതികൾ കൊണ്ടും ഞാൻ തരാൻ പറ്റിയിട്ടില്ല. ഞാൻ കുറേ പേർക്ക് കമൻറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഞാനൊരു Q&A വീഡിയോയിൽ തന്നെ അത് ഞാൻ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴങ്ങനെ ഒരു സാഹചര്യം കൊണ്ട് പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഓണത്തിനൊന്നും നമ്മുടെ ചാനൽ അത്രയ്ക്കൊന്നും ആയിട്ടേ ഇല്ലായിരുന്നു. കുറച്ചൊരു 1000 സംതിങ് സബ്സ്ക്രൈബേഴ്സിലൊക്കെ നിൽക്കുമായിരുന്നു കഴിഞ്ഞ വർഷം. പെട്ടെന്നാണ് നമുക്ക് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കൊണ്ടിട്ട് നമ്മൾ ഇത്രയും ഒരു 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സിൽ വന്നിങ്ങനെ നിൽക്കുകയാണ് നമ്മൾ. അപ്പം ഒരുപാട് സന്തോഷവും ഒരുപാട് സപ്പോർട്ടും, നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയും പറയുവാണ് കേട്ടോ. അത്രയ്ക്ക് സന്തോഷമുണ്ട് കേട്ടോ, എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട്. അപ്പം നമ്മൾ അടുത്ത ഓണം എന്ന് പറയുന്നത്, ഈ വർഷത്തെ ഓണം എന്ന് പറയുന്നതാണ് നമ്മുടെ ചാനൽ ഇത്രയും വളർന്നിട്ടുള്ള ആദ്യത്തെ ഓണമാണ്. അപ്പം ഞാൻ കുറച്ച് നാൾ മുമ്പേ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓണത്തിന് എന്തെങ്കിലും ഒരു ഗീവ് അവേ എല്ലാവർക്കും വേണ്ടിയിട്ട് കൊടുക്കണമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ ഗീവ് അവേ നമ്മൾ ഈ ഗീവ് അവേ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് എങ്ങനെയാണ് ഒരു പിടുത്തമൊന്നുമില്ല എനിക്ക്, ഇത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം ഒട്ടും പിടുത്തമില്ലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ 2-3 വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. പാർട്ടിസിപ്പേറ്റ് ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, ഒരു ഗീവ് അവേയിലും അങ്ങനെ മുമ്പേ പോലും ചെയ്തിട്ടില്ല. അപ്പം എന്തായാലും ഞാൻ വെച്ച് എൻ്റെ ഓഡിയൻസിന്, എൻ്റെ വ്യൂവേഴ്സിന്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക്, എൻ്റെ വീഡിയോ കാണുന്നവർക്ക്, നമ്മുടെ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റുകൾ നമുക്ക് സ്ഥിരം അന്ന് തൊട്ട് ഇന്നുവരെ മുടങ്ങാതെ കമൻറ്റ് ഇടുന്ന കുറേ ആൾക്കാർ തന്നെ കൊണ്ടുപോയിട്ടാ. അപ്പം നമ്മുടെ വ്യൂവേഴ്സിന് ഒരു ഗീവ് അവേ എന്തായാലും ഈ ഒരു ഓണത്തിന് ഞാൻ കൊടുക്കുമെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഗീവ് അവേ ഞാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഇന്ന് തന്നെ ഞാൻ പോയിട്ട് കുറച്ച് സാധനങ്ങൾ എനിക്ക് പറ്റിയതല്ല, കുറച്ച് നമുക്ക് ഓണത്തിലേക്ക് നമുക്ക് പറ്റിയ കുറച്ച് സാധനങ്ങൾ പറ്റുന്ന രീതിയിൽ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളുടെ കാര്യം പറയുമ്പോഴത്തേക്ക്, നമ്മൾ ഈ ഗീവ് അവേ തരുമ്പോഴത്തേക്ക് ബെസ്റ്റ് ഇതായിരുന്ന സാധനം എന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ. കാരണം നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ, നമ്മൾ കൈവച്ച് നമ്മുടെ അമ്മച്ചി തൂക്കാൻ വന്നത് വീഡിയോ എടുക്കണം. നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള കുറച്ച് പരിമിതികൾ കാണുമല്ലോ. എന്നാൽ പോലും നിങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുന്നതും ആണ്, എന്താണ് എല്ലാവരുടെയും റിക്വസ്റ്റാണ്, നമ്മുടെ സാധനങ്ങളൊന്നും ആർക്കും കൊടുക്കുന്നില്ലേ, ആർക്കെങ്കിലും അയച്ചു കൊടുത്തുകൂടെ, നമ്മൾ പൈസ തരാം എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ നമ്മളങ്ങനെ വിൽക്കാനായിട്ട് അങ്ങനെ ഉദ്ദേശവും ഇല്ല, അങ്ങനെ ആ ഒരു സാഹചര്യവും ഇല്ല. അപ്പോൾ എന്തായാലും ഒരു ഗീവ് അവേയിൽ എല്ലാവരും ചോദിക്കുന്ന എല്ലാവരുടെയും പരാതികളൊക്കെ മാറ്റിയിട്ട് നമുക്കത് ഗീവ് അവേ ആയിട്ടൊന്ന് കൊടുക്കാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് വേണോ അമ്മ? അങ്ങനെ ഗീവ് അവേ ആയിട്ട് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ആ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അമ്മച്ചി സമ്മതിക്കൂല. അതിൻ്റെ ഇടയിൽ ഒരു തൂപ്പ് നോക്ക്, ഒരു ഹായ് കൊടുത്തിട്ട് പോ. ഹായ്. തൂത്ത് വൃത്തിയാക്കാൻ കൂടെ ചെയ്യണ്ടല്ലേ? പറയാൻ വന്നത് തന്നെ മറന്നുപോയി ഇപ്പം. അപ്പം ഞാൻ ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്തൊക്കെയാണ് ഗീവ് അവേയിൽ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റായിട്ട് അപ്പം ഞാൻ യൂട്യൂബിൽ മാത്രമല്ല കേട്ടോ, ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓണമല്ലേ, ഇൻസ്റ്റാഗ്രാമിലെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് അങ്ങനെ ഒരുപാട് ഗീവ് അവേ അങ്ങനെ ചോദിക്കാത്തില്ല. പക്ഷേ യൂട്യൂബിൽ നമ്മുടെ ഓഡിയൻസ് അവർക്കാണ് ആവശ്യം, നമ്മളെ ഈ സാധനങ്ങളൊന്നും ഗീവ് അവേ ചെയ്യുന്നില്ലേ, ഗീവ് അവേ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിലത്തേക്കും യൂട്യൂബിലേക്ക് സെപ്പറേറ്റ് കുറച്ച് സാധനങ്ങൾ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ യൂട്യൂബിലേക്കുള്ളത് ആദ്യം കാണിക്കാം. അമ്മ തൂക്കാൻ വന്നതാണ് കേട്ടോ, പാവം. ഞാൻ കാണിച്ചു തരാം കേട്ടോ.
യൂട്യൂബിലേക്ക് നമ്മളിത് ഫസ്റ്റായിട്ട് നമ്മൾ ഓണമല്ലേ വരുന്നത്, ഓണം ആകുമ്പോഴത്തേക്കും ഒരു ട്രഡീഷണൽ ഒരു ലുക്ക് നമുക്ക് ഓണത്തിന് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇതുപോലെ 2 സാരികളാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതുപോലെ 2 സാരികൾ ഞാൻ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു മെറൂൺ കളറിൽ വരുന്ന ഇതൊരു പട്ട് സാരിയാണ് കേട്ടോ. കണ്ടോ, ഇതൊരു പട്ട് സാരിയാണ് ആദ്യത്തെ സാരി. പിന്നെ ഇത് രണ്ടാമത് ഞാൻ വെച്ചിട്ടുള്ളത്, ചൂത്ത അഴുക്കൊന്നും വെച്ച് പിടിക്കാൻ പറ്റില്ല, അഴുക്ക് പറ്റും പെട്ടെന്ന്. രണ്ടാമത് വെച്ചിട്ടുള്ളത് ഇതുപോലെ ഒരു സെറ്റ് സാരിയാണ് കേട്ടോ. പെട്ടെന്ന് പേരൊക്കെ മറന്നു പോണ്. സെറ്റ് സാരിയാണ്. അപ്പോൾ ഇതുപോലെ 2 സാരികൾ ഞാൻ വെക്കുന്നുണ്ട്. ഇത് യൂട്യൂബിൽ ഉള്ളതാണ് കേട്ടോ. യൂട്യൂബിൽ നമ്മുടെ വ്യൂവേഴ്സിനുള്ളതാണ്, നമ്മുടെ ഓഡിയൻസിനുള്ളതാണ്. അപ്പോൾ ഇത് 2 വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു മാലയും ഒരു കുട്ടി കമ്മലും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ കുറച്ച് ഇറക്കത്തിൽ മാലയുടെ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കണ്ടില്ലേ, ഇതൊരെണ്ണം കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഇത് ഇങ്ങനെ 2 മാല വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ എവിടെ പോയി പെയർ ചെയ്യാൻ പറ്റിയ സാധനമാണ് ഈ വള. ഇതുപോലൊരു വള കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒരു ബിന്ദിയുണ്ട്, ഒരു പൊട്ടുണ്ടല്ലോ, വെക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ 2 കുട്ടി ഹെയർ ക്ലിപ്പ് വെക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മേക്കപ്പ് ഐറ്റംസ്, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ മാമാ എർത്തിൻ്റെ ഒരു ഫേസ് വാഷ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, മാമാ എർത്തിൻ്റെ ഫേസ് വാഷ്. പിന്നെ ഫേസസ് കാനഡയുടെ ഇതുപോലൊരു ഫൗണ്ടേഷൻ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡാസ്ലറിൻ്റെ ഒരു ഡാസ്ലറിൻ്റെ ഇതുപോലെ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമ്മൾ ഡാസ്ലറിൻ്റെ തന്നെ ഒരു മസ്കാര, കണ്ടോ, ഒരു മസ്കാര ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാജലുണ്ട് കേട്ടോ, നമ്മുടെ ലാക്മേയുടെ ഒരു കാജൽ ഇതുപോലെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു നമ്മുടെ ഡംഡോക്കിൻ്റെ കോജിക് സിറമും നൈറ്റ് ക്രീമും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു പെർഫ്യൂമാണ്, ഇത് സ്പ്രേ, ഇതുപോലൊരു സ്പ്രേയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല മണം. അപ്പോൾ ഇതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സാധനമുണ്ട്. പിന്നെ നമ്മുടെ ഒരു പേന, നമ്മുടെ കുട്ടി ഫാൻസിനെ കണ്ടിട്ട് കുറച്ച് പേന കേട്ടോ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പേന വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സാധനം കൂടി കേട്ടോ, ടിങ് 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 ടിങ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കുട്ടി സാധനം. അപ്പോൾ ഇതും കൂടി നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പേഴ്സ് പോലെയാണ് കേട്ടോ, കുഞ്ഞ്. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റും. ഈ കുട്ടി സാധനത്തിനകത്ത് ഞാൻ സ്പെഷ്യലായിട്ട് എൻ്റെ വക ഒരു കൈനീട്ടം പോലെ, വിഷു കൈനീട്ടം അതുപോലെ ഓണ കൈനീട്ടം, അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊരു 500 രൂപ കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അർഹതപ്പെട്ട ആരാണോ നമുക്കറിയില്ലല്ലോ, ആരാണെന്ന് നമുക്കറിയില്ല, എന്തായാലും ആർക്കായാലും അത് കിട്ടട്ടെ. അപ്പോൾ ഞാൻ ഇതിനകത്ത് അത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് അത് കാണും. ഇനി അപ്പോൾ എന്തുവാണ് അടുത്തത്? പറയാം. പിന്നെ നമ്മളൊരു ക്യൂട്ടായിട്ടൊരു പാണ്ടക്കുട്ടനെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇതുപോലെ ഒരു ക്യൂട്ടായിട്ടുള്ള പാണ്ടക്കുട്ടനെ കൂടി വാങ്ങിയിട്ടുണ്ട്. ഇതും കൂടി ഞാൻ ആ ഒരു ബോക്സിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ആ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തത്. പുറത്തുനിന്ന് ഞാൻ വാങ്ങിയത് ഇത്രയും സാധനം. ഇനി നമ്മൾ തന്നെ ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങളും കൂടെ ഞാനിതിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് കാണിച്ചു തരുന്നത്, ഫസ്റ്റ് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കറിയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ബൗളുണ്ടല്ലോ, നമ്മൾ പൂ പോലെ ഉണ്ടാക്കിയ ബൗള്. ഇതുപോലെ നല്ലൊരു സ്പൂണും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അന്ന്. ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, വീഡിയോസൊക്കെ എല്ലാം കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതുപോലെ ഒരു സ്പൂണും ഈ ഒരു ബൗളും നമ്മൾ ഉണ്ടാക്കിയ സാധനത്തു നിന്നാണേ ഇത് വെക്കുന്നുണ്ട്. പിന്നെ ഈ ചന്ദനത്തിരി കുത്താൻ പറ്റി ഇതുപോലത്തെ നല്ലൊരു സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആ ഒരു പോളിഷ് ചെയ്തിരുന്ന പെയിൻറ്റൊക്കെ വാർണിഷും കാര്യങ്ങളൊക്കെ പോയിരിക്കണം. എന്നാലും കുറച്ചുകൂടി ഞാനൊന്ന് ടച്ചപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, കുറച്ചും കൂടി ഭംഗിയാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതുപോലൊരു ഹെയർ ക്ലിപ്പ് കണ്ടില്ലേ, ഇതുപോലൊരു ഹെയർ ക്ലിപ്പ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കുത്തുന്ന ഒരു ഹെയർ ക്ലിപ്പ് വേണ്ട, ഇതും നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഹെയർ ക്ലിപ്പ് നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ ഇതുപോലൊരു ചായ കപ്പ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലൊരു ചായ കപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുട്ടിക്ക് നമ്മുടെ ഈ പേനയൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഇതുപോലൊരു ഹോൾഡറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പെൻ ഹോൾഡർ, നമ്മുടെ മീനിൻ്റെ പെൻ ഹോൾഡർ, വായൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കുന്ന എന്നും പറഞ്ഞ് അതും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഭയങ്കര കൊതു കേട്ടോ, ഇവിടെ ഒടുക്കത്തെ കൊതുവാണ്. ഫാൻ ഇടാൻ പറ്റില്ല, ഫാനിൻ്റെ ഇരപ്പ് കാരണം ഫാൻ ഓഫ് ചെയ്തിട്ടേക്കാണ്. പിന്നെ നമ്മൾ ഇന്നലെ ഇട്ട മിനിങ്ങാന്നിട്ട വീഡിയോയിൽ
ഇനിയാണോ ഇന്നലെയാണോ ഈ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സാധനം ഞാൻ ഗീവ് അവേ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് എന്നും പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ സാധനം, ഈ 2 കരണ്ടി, നമ്മുടെ ഒരു കണ്ണാപ്പയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് കമൻസ് ഇട്ടായിരുന്നു. കണ്ണാപ്പയോ, ഇത് എന്തൊരു പേരാണ്, ഇത് ഇങ്ങനെയാണോ നിങ്ങൾ കണ്ണാപ്പ എന്ന് പറയുന്നത്? നമ്മളിവിടെ എന്തോന്നാ പറഞ്ഞായിരുന്നു കേട്ടാ, മറന്നുപോയി. അപ്പം ഇതിന് നമ്മൾ കണ്ണാപ്പ, നമ്മൾ കരണ്ടി, തവി എന്നാണ് മെയിനായിട്ട് നമ്മൾ തവി എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ തവി. ഈ കണ്ണാപ്പ എന്ന് പറയുന്ന കാരണം നമ്മൾ ഈ വറുത്ത് കോരുന്ന ഒരു ഇതായതുകൊണ്ട് ഇങ്ങനെ കണ്ണാപ്പ എന്ന് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മളൊക്കെ പറയുന്നത്. വേണ്ട, ഇതുപോലെ കണ്ണാപ്പയും ഒരു തവിയും വെച്ചിട്ടുണ്ട്. ആവശ്യം ആർക്കെങ്കിലും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ പേര് ഉണ്ടല്ലോ, നമ്മൾ ചോദിക്കുന്നവരും ഉണ്ട്. അപ്പം അവർക്കൊന്നും അറിയില്ല, കിട്ടുന്നവർക്ക്. പിന്നെ നമ്മുടെ ഓണമല്ലേ വരുന്നത്. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, അച്ചാറ് എല്ലാമൊന്നും പറ്റൂല. ഒരു 3 കറി നമുക്കിത് ഇതിലെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇതുപോലെ നമുക്ക് ഒരു കറി എടുക്കുന്ന ഒരു ബൗള് പോലെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കില്ലേ. അപ്പം ഇതൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. നമ്മൾ എത്ര നേരം ഇരുന്നിട്ടാണ് ഈ ഒരു സാധനമൊക്കെ ഉണ്ടാക്കിയത്. ഇത് എല്ലാ സാധനങ്ങളും ഇപ്പോൾ കാണിച്ച എല്ലാ സാധനങ്ങളും നമ്മൾ എത്രത്തോളം നേരം, അപ്പം ഞാൻ ഇതും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇതും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ എത്രത്തോളം നേരം ഇരുന്നിട്ടാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല. എന്തമ്മ, അത് വേറൊന്നുമല്ല കേട്ടോ. നമ്മുടെ ഇവിടെ മലക്കറി വണ്ടി വന്നിട്ട് 7 മണിക്ക് 7:30 ടൈം താമസിച്ചു പോയി. അവർ കുറേ സ്ഥലത്തൊക്കെ കറങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ എന്തിനും വാങ്ങാട്ട് നോക്കാൻ വേണ്ടി അമ്മ വന്നതാണ്. അപ്പം അത് നമ്മൾ എന്തിനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ ചോദിക്കും, ഇത് ചിരട്ടയേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മളിത് ഇത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് പേര് അത് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് മോളെ ഇത് സെയിൽ ചെയ്തുകൂടെ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. സെയിൽ ചെയ്താൽ നിനക്ക് നല്ലൊരു ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ സെയിൽ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എൻ്റെ വ്യൂവേഴ്സിന്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്, എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് കേട്ടോ. നമുക്ക് എത്രയൊക്കെ ചെയ്താലും നമുക്ക് നെഗറ്റീവ് വരാറുണ്ട്. പക്ഷെ നമ്മൾ ആ നെഗറ്റീവിനെ ഞാൻ ഒരു ചിരി, ഈ ഒരു ലാഘവത്തോടു കൂടിയേ എടുക്കുന്നുള്ളൂ. കാരണം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണല്ലോ. ഇപ്പം എനിക്കും അങ്ങനെയാണല്ലോ. നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, ചിലപ്പോൾ അതിനെന്തെങ്കിലും നമുക്കൊരു എതിരെ അഭിപ്രായം കാണുമായിരിക്കും അല്ലേ. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഈ സ്പൂൺ ഇട്ടിട്ട് ഞാൻ ഈ ഗീവ് അവേ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരോ കമൻറ്റ് ഇട്ടു, ഇതൊക്കെ ആർക്ക് വേണം എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടായിരുന്നു. പക്ഷേ അത് ചിലപ്പോൾ ശരിയായിരിക്കും, അവരുടെ ഒരു അങ്ങനെ ആയിരിക്കും തോന്നിയിട്ടുള്ളത്. ഇതിൽ അത്രയ്ക്കൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരിതായിരിക്കും. പക്ഷേ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് എഫേർട്ട് ഉണ്ട് കേട്ടോ. നമ്മളിത് ഒരുപാട് നേരം എഫേർട്ടൊക്കെ ചെയ്തിട്ടാണ് നമ്മളിതൊരു വീഡിയോ ആയിട്ട്, നിങ്ങൾ ചിലപ്പോൾ ഒരു 58 സെക്കൻഡ്, ഒരു മിനിറ്റിനകത്തുള്ള വീഡിയോ ആയിട്ടായിരിക്കും നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇത് ഒരുപാട് നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അത് നമ്മളിത് ചെയ്യുന്നതിന് തന്നെ നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരുപാട് സന്തോഷവും, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ കമൻസൊക്കെ കാണുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമാണ് ഉണ്ടാകുന്നത് കേട്ടോ. അത്രയും പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് ഇത്രയും ഒരു വളർച്ച ഉണ്ടാകുന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഈ കമൻറ്റ് ചെയ്യുന്ന ടൈമിൽ കുറേ പേര് ചേച്ചി കമൻറ്റ് റിപ്ലൈ തരുന്നില്ലല്ലോ, ഇപ്പം റിപ്ലൈ തരുന്നില്ല, നേരത്തെ എല്ലാത്തിനും റിപ്ലൈ തരുവാണ്. ഞാൻ പറയുന്ന കുറേ കമൻറ്റ് വരുമ്പോഴത്തേക്കും ഞാൻ എത്തുന്നില്ല കേട്ടോ. ഞാൻ റിപ്ലൈ ചെയ്ത് എത്തുന്നില്ല. എന്നാൽ പോലും ഞാൻ പറ്റുന്നതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ളൊരു എല്ലാവർക്കും അതിനും കൂടി ഞാൻ ക്ഷമ വഹിക്കുവാണ് കേട്ടോ. ഞാൻ മനഃപൂർവ്വം ആരുടെയും കമൻറ്റ് നോക്കാതിരിക്കുന്നതൊന്നും അല്ല. അതാണ് കേട്ടോ കാര്യം. അപ്പോൾ അത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂട്യൂബിൽ നമ്മൾ ഗീവ് അവേക്ക് കൊടുക്കുന്ന സാധനങ്ങൾ. അപ്പം ഇതൊക്കെയാണ്. അപ്പം ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. അതിന് മുന്നേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു ഗീവ് അവേയുടെ കാര്യം കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇതുപോലെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സിന് ഗീവ് അവേ അങ്ങനെ അധികം ആരും ചോദിക്കാറില്ല. നമ്മുടെ സാധനങ്ങളും ഒരുപാട് പേരൊന്നും അങ്ങനെ ചോദിക്കാറില്ല. നമ്മൾ യൂട്യൂബ് കാണുന്ന യൂട്യൂബിൽ നമ്മുടെ ഓഡിയൻസിനാണ് ഒരുപാടും ഈ നമ്മുടെ സാധനങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉള്ളത് കേട്ടോ. പിന്നെ ഗീവ് അവേ എപ്പോഴും കമൻറ്റ് വരുന്നത് എനിക്ക് യൂട്യൂബിലാണ്. പിന്നെ യൂട്യൂബിന് ആളുകളെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ഞാൻ വെച്ചത്. അല്ലാതെ ഞാൻ രണ്ടും ആ ഒരു അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ എന്താണ് ഇൻസ്റ്റാഗ്രാമിലെ ആ ഒരു ഇതും കൂടെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അയ്യോ, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇതുപോലെ തന്നെ 2 സാരി വെക്കുന്നുണ്ട് കേട്ടോ. ഓണമല്ലേ, അപ്പോൾ ഓണം ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ വെക്കുന്ന സാരി ഇതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു സാരിയാണ്, പട്ട് സാരി കേട്ടോ കൊടുക്കുന്നത്. ഇത് ഇൻസ്റ്റാഗ്രാമിലത്തേക്ക് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇതുപോലെ ഒരു സെറ്റ് സാരിയും കൂടി ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒരു സെറ്റ് സാരി വെക്കുന്നുണ്ട്. അങ്ങനെ ഈ 2 സാരിയാണ് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലത്തേക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ അതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതേ കണ്ടില്ലേ, ഇതുപോലെ ഒരു മാല കൊടുക്കുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലത്തേക്ക്. അതേപോലെ തന്നെ
അതേപോലെ തന്നെ ദാ കുറച്ച് ഇറങ്ങി നിൽക്കുന്ന ഈ ഒരു ടൈപ്പ് മാലയും കൂടി ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇത് രണ്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി അടുത്തത് വരുമ്പോഴത്തേക്കും അതേപോലെ തന്നെ അതേ 2 ഹെയർ ക്ലിപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ് ഡാസ്ലറിൻ്റെ ഈ ഒരു ഷെയ്ഡ് വരുന്ന ഒരു ലിപ്സ്റ്റിക്ക് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡാസ്ലറിൻ്റെ ഈ ഒരു മസ്കാര വെക്കുന്നുണ്ട്. കണ്ടോ, പിന്നെ തന്നെ ലാക്മേയുടെ നമ്മൾ സെയിം സാധനം തന്നെ യൂട്യൂബിൽ കാണിച്ച അതേ സാധനം തന്നെയാണ്. ലാക്മേയുടെ ഈ ഒരു കാജൽ വെക്കുന്നുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണിച്ച സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. അതേ ഫേസ് സ്കാനറുടെ ഈ ഒരു ഫൗണ്ടേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ച സാധനങ്ങൾ തന്നെ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇതും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു പേനയുടെ ഒരു സെറ്റ് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വള കാണിച്ചില്ലല്ലോ, ഇതുപോലൊരു പച്ച ഷെയ്ഡിൻ്റെ ഒരു വളയാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇങ്ങനൊരു വള കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാമാ എർത്തിൻ്റെ ഒരു ഫേസ് വാഷ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തന്നെ ആ ഒരു പാണ്ടക്കുട്ടനെ അതിനെ വിട്ടിട്ടില്ല കേട്ടോ. ഒരു പാണ്ടക്കുട്ടനെ കൂടി നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും ഇതിൽ നമുക്ക് ഇല്ലാത്തൊരു സാധനം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നമ്മളുണ്ടാക്കുന്ന ചിരട്ടയുടെ ആ ഒരു കുറച്ച് സാധനങ്ങളാണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് നമ്മൾ കൊടുക്കുന്നില്ലാത്തത്. അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങൾ നമുക്കിപ്പോൾ അയക്കാനായിട്ട് പരുവത്തിനുള്ള ഇത്ര സാധനങ്ങൾ നമ്മുടെ ഉള്ളൂ. ബാക്കിയൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് ഉടയുന്ന അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെയാണ്, പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ളതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് നമുക്ക് ഇനി അടുത്ത വർഷത്തേക്ക് ഓണം വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ടും ഇനി ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബിൽ എല്ലാത്തിലും എനിക്ക് ഇൻക്ലൂഡ് ആക്കണം എന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ അത്രത്തോളം നമ്മളെ സപ്പോർട്ട് നിൽക്കുന്നതിനനുസരിച്ച് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലത്തേക്ക് ആരെങ്കിലും നമുക്ക് അങ്ങനെ ഒരു DM ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് കമൻസ് വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു സാധനങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. ഒരു ഗീവ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് ഓഡിയൻസ് തന്നെ ഇൻസ്റ്റാഗ്രാമിലും എന്നെ ഫോളോ ചെയ്യുന്നവർ ഒരുപാട് പേര് കാണുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ എൻ്റെ യൂട്യൂബിലൊക്കെ പറഞ്ഞ കുട്ടികളാണല്ലോ, പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് കൂടുതലും എൻ്റെ വീഡിയോസ് കാണാറുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ആൻറ്റിമാർ കാണും, കുറച്ച് ചേച്ചിമാർ കാണും, അങ്ങനെയൊക്കെ കുറച്ച് ആളുകളും ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ആ ഒരു ഗീവ് അവേയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സത്യത്തിൽ ഇന്ന് എനിക്കൊരു ഓട്ടം ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തെല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് പിന്നെ എനിക്കിനിയിപ്പം വേറൊരു സ്ഥലത്ത് പോകണം. ഇപ്പം എല്ലാം കൊണ്ടിട്ട് ആകെ കുറച്ച് ഇതായിട്ടിരിക്കണം. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ലേറ്റ് ആയിപ്പോയില്ല. നമ്മൾ ഇന്നിപ്പോൾ എത്രയായി 11 ഇന്ന് ഡേറ്റ് 11. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് കാര്യങ്ങൾ എന്ന് നമ്മൾ പറയാം. അപ്പോൾ ലേറ്റ് ആയപ്പോൾ നമ്മൾ 25-ാം തീയതിയാണ്, നമ്മൾ ഓഗസ്റ്റ് 25-നല്ലേ ഓണം വരുന്നത്, 25-ാം തീയതിയാണ് ഓണം. അപ്പം നമുക്ക് ലേറ്റായി പോയി കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് കമൻറ്റ് ഇടാനെങ്കിലും കുറച്ച് ടൈം തരണമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഗീവ് അവേയുടെ വിന്നറിനെ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്തതെന്ന് അറിയട്ടെ. നമ്മുടെ ഈ വീഡിയോയ്ക്കായാലും അതുപോലെ തന്നെ ഞാനിതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഷോർട്ട് വീഡിയോയ്ക്കായാലും ഈ വീഡിയോയ്ക്കായാലും കമൻറ്റ് ചെയ്യുന്ന ഒരാളിൽ നിന്നും കമൻറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നും ഒരാളിനെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ആരാണ് നമുക്കറിയില്ല, ആരാണ് ഇതിൻ്റെ വിന്നർ എന്ന് കാരണം നമുക്കറിയില്ല. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ആർക്കെന്ന് വെച്ചാൽ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളും കമൻറ്റ് ഇടാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടണം, എല്ലാവരും കമൻറ്റ് ഇട്ടോ, ഞെരിച്ച് കമൻറ്റ് ഇട്ടോ. അപ്പം ഇതിന്ന് നമുക്ക് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാണ് കേട്ടോ ഇത് കിട്ടുന്നത്, ഒരാൾക്കാണ്. അപ്പം അടുത്ത വർഷത്തെ ഓണത്തിന് ഇതിനും നല്ല രീതിക്ക് ഒരു ഗീവ് അവേ ഞാൻ ഉറപ്പായിട്ടും തരും കേട്ടോ. നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ നമുക്ക് മെച്ചപ്പെട്ട് വരുമ്പോഴേ നമുക്ക് ഇതുപോലെ നമ്മുടെ ഓഡിയൻസിനെ കൂടി നമുക്ക് എത്രത്തോളം ഇതാക്കി എന്താണ് അവരെ കൂടി നമുക്ക് പരിഗണിക്കാനോ. കാരണം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഓഡിയൻസാണ്, എൻ്റെ വ്യൂവേഴ്സാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇട്ടോളൂ. ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ഒരാളിൽ നിന്നായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഒരു ഓഗസ്റ്റ് 22 ആകുമ്പോഴത്തേക്കും ഞാൻ ഈ വിന്നറിനെ അനൗൺസ് ചെയ്യും കേട്ടോ. ആരാണെന്ന് അനൗൺസ് ചെയ്യും. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ഗിവയുടെ സാധനങ്ങളൊക്കെ നമ്മൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് കിട്ടുന്ന നമ്മുടെ സാധനം എന്നെ കൊണ്ട് പറ്റുന്ന കണക്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കിട്ടുന്നവർ അത്രയും സന്തോഷത്തോടു കൂടി തന്നെ ഇത് സ്വീകരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും. ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് കേട്ടോ. എൻ്റെ ഓഡിയൻസ് അത്രയ്ക്ക് നല്ല എൻ്റെ വ്യൂവേഴ്സ് അത്രയ്ക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ വേഗം എല്ലാവരും പോയി കമൻറ്റ് ഇട്ടോളി. അപ്പോൾ ഞാൻ ഓഗസ്റ്റ് 22 ഷോർട്ട് വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ, ഇത് ആരാണ് ഇതിൻ്റെ വിന്നർ എന്നുള്ളത്. അപ്പം എത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പോവാണ് കേട്ടോ. ടാറ്റാ.